ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ലവണ്ണം പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഴുത്ത് കറുത്തിരിക്കുന്ന പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടി ഉപയോഗിച്ചാൽ മതിയാകും. അത് ഇതുപോലെ നമ്മൾ ബാച്ചസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ആദ്യം 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കി വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ അളവിലും വ്യത്യാസം വരും. എനിക്കിപ്പോൾ ഇവിടെ 1 കപ്പും ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയുടെ അളവ് ഇപ്പോൾ ഞാൻ പറയണത് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ അതിൽ കൂടുതലാകാം, ചിലപ്പോൾ അതിൽ കുറവാവാം. നമ്മളുടെ കൂട്ട് ഒട്ടും തന്നെ കയ്യിൽ പറ്റിപ്പിടിക്കാത്ത രീതിയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 1 കപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടിയെടുക്കാനാണ് പോകുന്നത്. ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നമ്മൾ സാധാരണ പിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുട്ടിയെടുക്കാറില്ലേ, ആ ഒരു രീതിക്കാണ് നമ്മളിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏത് പാത്രമാണോ ഉപയോഗിക്കുന്നത് ആ ഒരു പാത്രത്തിൽ നല്ലപോലെ എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ആ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ സ്റ്റീമർ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ ഉരുളകളാക്കിയത് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാനിപ്പോൾ ഇവിടെ 10 മിനിറ്റിൻ്റെ അടുത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടൊരു പ്രത്യേക കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ ഒരു കിസ്മിസൊക്കെ നന്നായിട്ട് നെയ്യിൽ ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾക്കിതിലേക്ക് 1/2 കപ്പ് അളവ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ തേങ്ങയൊന്നും ഒരുപാട് മൊരിയിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആ ഒരു നെയ്യിൽ ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ വേണ്ടൂ, ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ ഉരുളകളും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആ ഒരു തേങ്ങയും ആ ഒരു നെയ്യും എല്ലാം കൂടെ നമ്മളുടെ ആ ഒരു ഉരുളയിൽ നല്ലപോലെ പറ്റി നിൽക്കണം. അപ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയും കൂടി ആകുമ്പോഴേക്കും നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടും. ഈ ഒരു തേങ്ങയിൽ പൊതിഞ്ഞെടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു തേങ്ങയിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ പലഹാരത്തിന് ഒന്നും കൂടെ രുചി കൂടും. അപ്പോൾ പഴുത്ത പഴം ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.